നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ INL കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 17-ന് കൂത്തുപറമ്പിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതേതര കക്ഷികളുടെ എതിർപ്പ് വകവെക്കാതെ വിവാദ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് INL കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 17-ന് കൂത്തുപറമ്പിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശക്തമായ എതിർപ്പ് മതേതര ചേരിയിൽ നിന്ന് നേരിട്ടപ്പോഴാണ് അവർ JPCക്ക് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ അത് സമർപ്പിച്ചത്. പക്ഷേ ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിലെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി അത് മാറി JPC എന്ന് പറയുന്നത് പ്രശ്നമാകുകയും, അതായത് ഭരണകക്ഷിയുടെ BJPയുടെ നിലപാടിനെതിരായിട്ട് ആര് ശബ്ദിക്കുന്നുവോ അവരെ ആ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന അവസരം പോലും ഉണ്ടായി. ഇന്നലെ അവസാനം അവരുടെ പാർലമെന്റിൽ സംഭവിച്ചത് പ്രതിപക്ഷ അംഗങ്ങൾ 10-11 പേരുണ്ട്. അവർ അവതരിപ്പിച്ച ഒരു വിയോജനക്കുറിപ്പും തന്നെ ആ റിപ്പോർട്ടിൽ വന്നില്ല എന്നുള്ളതാണ്. അവസാനം അത് തിരുത്താൻ വേണ്ടി തിരുത്തൽ രേഖയൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയൊരു അജണ്ടയുമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതാണ്. തിങ്കളാഴ്ച 3 മണിക്ക് നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം കൂത്തുപറമ്പ് മാറോളികെട്ടിൽ ചേരുന്ന മതേതര സദസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി ജില്ലാ പ്രസിഡന്റ് VP റാഫി അധ്യക്ഷത വഹിക്കും. CPM നേതാവും മാധ്യമപ്രവർത്തകനുമായിരുന്ന MP നികേഷ് കുമാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് സംഘാടകരായ കാസിം ഇരിക്കൂർ, മുഹമ്മദ് റാഫി, സിറാജ് തയ്യിൽ, C മുനീർ, സാലിക് PP, ഹമീദ് ചെങ്ങളായി എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ.